മഹാരാഷ്ട്ര ഗുജറാത്ത് തീരപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. അടുത്ത 24 മണിക്കൂർ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ടാണ്. ഡൽഹി, ഹരിയാന മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ് അല്ലേ? പല സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. അതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് ഇടവിട്ട അതിശക്തമായിട്ടുള്ള മഴയാണ് തുടരുന്നത്. കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഇതുവരെ 13 മരണമാണ് മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുംബൈ നഗരത്തിൽ ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ പെയ്തതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. മുംബൈയിൽ ഇന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ജാഗ്രത പാലിക്കാനാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂർ ജമ്മു കാശ്മീർ മേഖലയിൽ അതിശക്തമായ മഴയും ഒപ്പം മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള മിന്നൽ പ്രളയം ചെനാബ് താഴ്വരയിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. നിരവധി റോഡുകൾ തകർന്നു. അവിടെയെല്ലാം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഹിമാചൽ പ്രദേശിലും മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ നേരത്തെ അതിശക്തമായ മഴ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 14 മരണം ഹിമാചൽ പ്രദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മായ. ശരി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.